പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് പാകിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നയതന്ത്രപരമായ തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന കാര്യം പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ പൊള്ളിക്കാൻ സാധിക്കുന്നത് ഇറാനിലെ ചബഹർ തുറമുഖമാണ്. തുറമുഖം വേഗത്തിൽ വികസിപ്പിക്കാൻ നിലവിലെ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്ന അതിവേഗ നീക്കങ്ങളെല്ലാം തന്നെ ചൈനയും പാകിസ്ഥാനെയും ഒരുപോലെ പ്രകോപിപ്പിച്ചിരിക്കുന്നവയാണെന്ന് പറയുവാൻ കഴിയും. ചബഹർ എന്നത് ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആഴക്കടൽ തുറമുഖമാണ്. എളുപ്പത്തിൽ കൂറ്റൻ ചരക്ക് കപ്പലുകൾക്ക് എത്താൻ കഴിയുന്ന ഈ കടൽ മേഖല നിലവിൽ 10 വർഷത്തേക്ക് പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി കഴിഞ്ഞ വർഷം മുതൽ ഇന്ത്യൻ കരങ്ങളിൽ സുരക്ഷിതമായി നിലനിൽക്കുന്നുമുണ്ട്. അതുപോലെ ചൈന പാക് സാമ്പത്തിക ഇടനാഴിയെയും അറബിക്കടലിൽ ചൈനയുടെ സാന്നിധ്യത്തെയും നേരിടാൻ ചബഹർ തുറമുഖം ഇന്ത്യക്ക് വൻ നേട്ടമാണെന്നതിൽ ഒരു സംശയവും വേണ്ട. ഇന്ത്യക്കും മധ്യേഷ്യൻ രാജ്യങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്ന ചരക്ക് നീക്കത്തിന് സഹായിക്കുന്ന ഒരു സുപ്രധാന കണ്ണിയായി ചബഹറിനെ കണക്കാക്കുന്നുമുണ്ട്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങി കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് അനുയോജ്യമായ നയതന്ത്ര സ്ഥലത്താണ് ചബഹർ തുറമുഖം പ്രധാനമായി സ്ഥിതി ചെയ്യുന്നതെന്നും പറയുവാൻ കഴിയും. തുറമുഖ വികസനത്തോടൊപ്പം തന്നെ റെയിൽവേ ലൈൻ വഴി ഇറാനുമായി ബന്ധിപ്പിക്കുന്നതും ഇന്ത്യയുടെ പദ്ധതിയുടെ സുപ്രധാന ഭാഗം തന്നെയാണ്. ചബഹർ തുറമുഖത്ത് നിന്നും 72 കിലോമീറ്റർ അകലെയായിട്ടാണ് ഗ്വാദാർ തുറമുഖമുള്ളത്. പാകിസ്ഥാന്റെ ചൈന പിന്തുണയ്ക്കുന്ന ഗ്വാദാർ തുറമുഖത്തെ പ്രതിരോധിക്കുക എന്നതാണ് ഇന്ത്യയുടെ ഈ നടപടിയുടെ പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന ലക്ഷ്യം. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഒഴിവാക്കി പശ്ചിമേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യക്ക് ഒരു വഴി ഒരുക്കുന്നത് കൂടുതലും ചബഹറാണ്. അതിനാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചബഹർ ഇന്ത്യക്ക് ഏറെ നിർണായകമാണെന്നും പറയാം. റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് ചബഹർ തുറമുഖത്തിന്റെ വികസനം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയും വ്യാപാര അവസരങ്ങളും വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ പാകിസ്ഥാനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുമെന്നാണ്. ഇത് ഇന്ത്യയുടെ പ്രാദേശിക സ്വാധീനം ശക്തിപ്പെടുത്തും. ചബഹർ തുറമുഖത്തെ ഇറാന്റെ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയും ഇറാനും സംയുക്തമായി ചബഹർ, സഹേദാൻ നഗരങ്ങൾക്കിടയിൽ പുതിയ റെയിൽവേ കണക്ടിവിറ്റി വികസിപ്പിക്കുന്ന നടപടിയുമുണ്ട്. ചബഹർ തുറമുഖത്തെ അന്താരാഷ്ട്ര വടക്ക് തെക്കൻ ഗതാഗത ഇടനാഴിയുടെ പ്രവേശന കവാടമാക്കി ആയിരിക്കും മാറ്റുക. കാസ്പിയൻ കടലിന്റെ കിഴക്കൻ ഭാഗം അഫ്ഗാനിസ്ഥാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയ്ക്കുള്ള പ്രധാന വ്യാപാര പാതയായിട്ടായിരിക്കും ഈ ഇടനാഴി നിലനിൽക്കുക.